ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. ഞാനിന്നിവിടെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കിളിമീനൊന്ന് കാന്താരി ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാനിവിടെ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 കിളിമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കിളിമീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 5-8 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 15 കാന്താരി ചില്ലി എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് കാന്താരി ഫ്രൈ ആണ്. ഇനി ഞാനിവിടെ ഒരു തണ്ട് കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊരു നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഞാനിവിടെ അരച്ചെടുത്തു. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കൈ കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈ ഒരല്പം നീറും. ഇനി ഇത് നന്നായിട്ട് ഇതിലൊന്ന് പുരട്ടി കൊടുക്കാം. കാന്താരി ചില്ലി അല്ലെങ്കിൽ ബേഡ്സ് ഐ ചില്ലി അല്ലെ തായ് പെപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചില്ലി ആളത്ര നിസ്സാരനല്ല. ഇവന് ഇമ്മ്യൂൺ സിസ്റ്റമൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ട്. ഇത് പുരട്ടി ഇങ്ങനെ മീനൊക്കെ വറുത്തെടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്തുമൊക്കെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കണം. ഈ മീനിൻ്റെ എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ. അരപ്പൊക്കെ കണ്ടോ, ഞാനിവിടെ മീനിൻ്റെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കിളിമീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മീൻ വറുക്കുന്നതിന് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം. വെളിച്ചെണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഈ പാനിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ 3 മീനേ വറുക്കുന്നുള്ളൂ. ഇനിയത്തെ മീൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, എങ്കിലേ ഇതിനകത്ത് സ്ഥലമുള്ളൂ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ മീൻ ഇവിടെ ഒരു വശം മൂത്തു. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിങ്കി പർച്ചെന്നും റെഡ് സ്നാപ്പർ എന്നൊക്കെ പറയുന്ന ഈ കിളിമീൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീനാണ്. ഇതിനകത്ത് പ്രോട്ടീനും കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു മീനാണ്. ഇതെല്ലാവരുടെയും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ്. സാധാരണ രീതിയിൽ റെഡ് ചില്ലി വെച്ച് ഫ്രൈ ചെയ്യാതെ ഇതുപോലെ ഒന്ന് കാന്താരി ഫ്രൈ ചെയ്യാമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഈ പാനിനകത്ത് സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് അല്പം ഹെക്റ്റിക് ആയിരുന്നത് മറിച്ചിടാനായിട്ട്. ഞാനെല്ലാം മറിച്ചിട്ടു. ഇനി ഈ സൈഡ് കൂടി ഒന്ന് മൂക്കട്ടെ. നമ്മുടെ കിളിമീൻ ഫ്രൈ ഇവിടെ ഈ വശവും മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി കിളിമീൻ കാന്താരി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.